അലീനയ്ക്ക് രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ തന്നെ നല്ല തലവേദനയാണ്. അതുപോലെ തന്നെ നല്ല വയറുവേദനയുണ്ട്. കൃഷ്ണമോള് ചോദിക്കാണ്, എന്തു പറ്റി ചേച്ചി? രാവിലെ മുതലേ നല്ല ക്ഷീണവും തലവേദനയൊക്കെ ഉണ്ടല്ലോ. എന്നിട്ടാണോ ചേച്ചി ഇങ്ങനെ നടന്ന് ജോലി ചെയ്യുന്നത്? മാർക്ക്, ഞാൻ ചെയ്തോളാം. സാരില്ല മോളെ, ഇതൊക്കെ ഞാൻ ചെയ്യുന്ന ജോലിയല്ലേ, ഞാൻ തന്നെ ചെയ്തോളാം. മോൾ ഉറങ്ങണം, പോയിരിക്കെ. ചേച്ചി ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് പിടിച്ചുകൊണ്ട് ഹാളിരുത്താണ്. ഞാൻ ചെയ്തോളാം, ചേച്ചി ഇനി ഇങ്ങോട്ടേക്ക് കയറണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും വൈജ ഓടുന്നുണ്ട്. ബബിതേ ചായ ആയില്ലേ എന്ന് ചോദിക്കാണ്. അമ്മേ, ബബിത ചേച്ചി കോളേജിലേക്ക് പോയി, ഞാൻ ഇട്ട് തരാം എന്ന് പറയുമ്പം ഇവിടെ ഒരു സെർവൻ്റ് ഉണ്ടല്ലോ, അവൾക്ക് എന്താ കുഴപ്പം, അവൾക്ക് ഇട്ടൂടെ എന്ന് ചോദിക്കാണ്. അതെ, അലിന ചേച്ചി ഇവിടുത്തെ സെർവൻ്റ് ഒന്നും ഇല്ല, ഞങ്ങളുടെ ചേച്ചിയാ. ചേച്ചിക്ക് നല്ല തലവേദനയും നല്ല വയറുവേദനയുണ്ട്, അതുകൊണ്ട് ചേച്ചിക്ക് ഇപ്പോൾ ഒന്നിനും പറ്റില്ല എന്ന് പറയാണ്. പിന്നെ അവളുടെ തലവേദനയും വയറുവേദനയും ഇതൊക്കെ അവളുടെ ഒരു അളവല്ലേ? നിനക്ക് നാണമില്ലടി ഇവിടെ കിടന്ന് ജോലി ചെയ്യാനായിട്ട്? ഇവളെ കൊണ്ട് ചെയ്യിപ്പിച്ചാ പോരെ എന്ന് ചോദിക്കുമ്പം അമ്മയുടെ കാര്യം നോക്കി പോവാൻ നോക്ക്. അമ്മയ്ക്ക് എന്താ വേണ്ടത്? ചായ പോരെ, അത് ഞാൻ തന്നോളാം എന്ന് പറയാണ്. നീയൊക്കെ കൂടി വളം വെച്ച് കൊടുക്കുന്നതാ ഇവളിവിടുത്തെ രാജാവായിട്ട് വിലസുന്നത് എന്നും പറഞ്ഞുകൊണ്ട് വൈജ വീണ്ടും ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വരികയാണ്. ബബിത കോളേജിലേക്ക് പോയിട്ടോ? ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. എന്താ മോളെ അലീന, രാവിലെ എന്ത് പറ്റി? അച്ഛാ, നല്ല തലവേദന കൂടെ വയറുവേദനയുണ്ട്, ഇന്നലെ തൊട്ട് തുടങ്ങിയതാ, എന്താണെന്നറിയില്ല. അല്ല, മോള് മരുന്നെല്ലാം കഴിച്ചായിരുന്നോ? ഇല്ല. എങ്കിലേ ഒന്നും കഴിക്കാൻ നിൽക്കണ്ട, എന്തായാലും ആഹാരം കഴിക്കുക, എന്നിട്ട് വാ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം എന്ന് പറയാണ്. ഇതെല്ലാം അകത്തിരുന്നുകൊണ്ട് വൈജ കേൾക്കുന്നുണ്ട്. അത് കേൾക്കുന്നത് തന്നെ അവൾക്ക് നല്ല ഇറിറ്റേഷൻ ആവുകയാണ്. അയ്യോ അച്ഛാ, സാരമില്ല, ഞാനൊരു ഗുളിക കഴിച്ചോളാം, അപ്പോൾ തന്നെ അത് മാറിക്കോളും. ആ ഒന്നും പറ്റില്ല, നീ പെട്ടെന്ന് ഒരുങ്ങാൻ നോക്ക്. കൃഷ്ണമോളെ, നീ ഒരുങ്ങ എന്ന് പറയാണ്. അങ്ങനെ അലീന പോയി ഡ്രസ് ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. കൃഷ്ണമോളും ഒരുങ്ങിയിറങ്ങാണ്. ഈ സമയത്ത് വൈജി ഒന്ന് ചോദിക്കുന്നുണ്ട്. ഡി കൃഷ്ണേ, നീ എങ്ങോട്ട് പോവാ ഒരുങ്ങി പറക്കിക്കൊണ്ട്? ഞാനിവിടെ ഒരുത്തി വയ്യാതെ കിടക്കുന്നത് നീ കാണുന്നില്ലേ? എൻ്റെ കാലിന് വയ്യ, വെള്ളം എടുത്തു തരാനും എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരാനും വേറെ ആരാ ഉള്ളത് എന്ന് ചോദിക്കുമ്പം അമ്മയുടെ കാലിലെ കുഴപ്പമുള്ളൂ, കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നാക്കിനും പ്രശ്നമൊന്നുമില്ല. അടുക്കളയിൽ കയറിയിട്ട് ആ ദോശമാവ് ഇരിപ്പുണ്ട്, അതൊന്ന് ഒഴിച്ചാൽ മതി, അമ്മയ്ക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാ. ആ ഒന്നും പറ്റില്ല, എനിക്കൊന്നും ഉണ്ടാക്കാൻ വയ്യെങ്കിലേ അമ്മ അവിടെ തന്നെ ഇരുന്നോ. അല്ല ചേച്ചിക്ക് തീരെ സുഖമില്ല, ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാ എന്ന് പറയുന്നുണ്ട്. ഡി, സ്വന്തം പെറ്റുതലയ്ക്ക് വയ്യെന്ന് അറിഞ്ഞാൽ പോലും നീ ഒന്നും ചെയ്യില്ല, എന്നിട്ട് കണ്ടവളമാരെ പിന്നാലെ നടക്കാല്ലേ എന്ന് ചോദിക്കുമ്പം അലീന ചേച്ചി എനിക്ക് കണ്ടവളല്ല, അമ്മയുടെ കാര്യം നോക്കി പോവാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ വൈജയന്തിക്ക് ഭയങ്കര കലിപ്പാവാണ്. അങ്ങനെ വൈജ കതക് വലിച്ചടച്ച് അകത്ത് കയറി ഇരിക്കുകയാണ്. അലീന പറയുന്നുണ്ട്. കൃഷ്ണമോളെ, നീ ഇവിടെ ഇരുന്നോ, ഞാൻ പിന്നെ പോയിക്കോളാം. ചേച്ചിക്ക് എന്താ കുഴപ്പം? ചേച്ചിക്ക് വേറെ പണിയൊന്നുമില്ലേ? അമ്മ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കും, അതൊക്കെ മൈൻഡ് ചെയ്യാൻ പോയാൽ അതിനേ സമയം കാണുള്ളൂ. ചേച്ചി ഇങ്ങ് വാ എന്നും പറഞ്ഞുകൊണ്ട് കയ്യെ പിടിച്ചുകൊണ്ട് കാറിൽ കയറാണ്. അങ്ങനെ ബാലനും അലീനയും കൃഷ്ണമോളും കൂടിയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്നതിന് ശേഷം ഇവര് ഡോക്ടറെയൊക്കെ കാണുകയാണ്. യൂറിനും അതുപോലെ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീനയുടെ റിസൾട്ട് വരുമ്പം ബാലേന്ദ്രനും കൃഷ്ണമോളും ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം അലീന പ്രഗ്നൻ്റ് ആണ് എന്ന് പറയുന്ന ഒരു റിസൾട്ടാണ് കേട്ടോ വരുന്നത്. ഇത് കണ്ട് അലീന ആകെപ്പാടെ ഷോക്കാവാണ്. ബാലൻ്റെയും കൃഷ്ണമോളുടെയും കാര്യം പിന്നെ പറയണ്ടല്ലോ. ഡോക്ടറെ, എന്തായി പറഞ്ഞത്? എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല, അത് മാത്രമല്ല എനിക്കങ്ങനെ വേറെ അഫയേഴ്സോ ഒന്നുമില്ല, പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ള റിസൾട്ട് ഇത് ഫെയിലാണ് എന്ന് പറയുമ്പം ഇവിടെ അങ്ങനെ തെറ്റുപറ്റാറില്ല, ഇത് സത്യമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം അത് കേട്ടുകൊണ്ട് അവിടെ ഒരു നേഴ്സ് നിൽക്കുകയാണ്. ആ ഒരു നേഴ്സ് വൈജയുടെ ഫ്രണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ തന്നെ വൈജയനെ വിളിച്ച് കാര്യങ്ങൾ പറയാണ്. അല്ല, നിന്റെ മോളും നിന്റെ ഭർത്താവും കൂടി ഒരു പെങ്കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടല്ലോ. കല്യാണം കഴിയാത്ത ഒരു പെണ്ണാ, പക്ഷേ അവൾ പ്രഗ്നൻ്റ് ആണെന്ന റിസൾട്ട് വന്നിരിക്കുന്നത്. പ്രഗ്നൻ്റോ? അത് കലക്കി, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അല്ല വൈജയ്, അതാരാ? അതൊക്കെ വലിയൊരു കഥയാ, ഞാൻ എന്നോട് പിന്നെ പറയാം എന്ന് പറയുന്നുണ്ട്. എന്തായാലും നീ സന്തോഷ വാർത്ത വിളിച്ചെന്നെ അറിയിച്ചല്ലോ, അതിന് നിനക്ക് കോടി പുണ്യം കിട്ടും എന്ന് പറയാണ്. അങ്ങനെ വൈജ അവിടെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് അലീന കരയുന്നുണ്ട്. അച്ഛാ, ഇതെന്തായാലും ഫേക്കാ, ഇത് സത്യമല്ല. എനിക്കറിയാലോ എൻ്റെ ബോഡിയിലുള്ള മാറ്റം. അത് ശരിയാണല്ലോ, കഴിഞ്ഞ ആഴ്ചയല്ലേ ചേച്ചിക്ക് പീരിയഡ്സ് ആയത്, പിന്നെ അങ്ങനെ ഇപ്പൊ ചേച്ചി പ്രഗ്നൻ്റ് ആണെന്ന റിസൾട്ട് വരുന്നേ, ഈ റിസൾട്ട് തെറ്റാ എന്ന് പറയുന്നുണ്ട്. ബാലെന്നും പറയാണ്. ആണോ? വെറുതെ ഈ ഹോസ്പിറ്റലിലൊക്കെ എന്താ ഇങ്ങനെ തുടങ്ങുന്നേ? നമ്മൾ ഏറ്റവും വിശ്വസിച്ച് ഇങ്ങോട്ടല്ല വരുന്നത്, എന്നിട്ട് ഇവിടെ വരുമ്പം എന്തൊക്കെയാണോ കേൾക്കുന്നേ, എനിക്കൊരു സമാധാനം ഇല്ല എന്ന് പറയാണ്.
അപ്പോൾ ഒന്നുകൂടി ഡോക്ടറോട് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇവർ പറയുന്നുണ്ട്. അങ്ങനെ ടെസ്റ്റ് ചെയ്ത റിസൾട്ട് വരുമ്പം അത് നെഗറ്റീവ് എന്ന് കാണിക്കുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് മുമ്പേ ഇങ്ങനെ കാണിച്ചതെന്ന് ആലിന ചോദിച്ചുകൊണ്ട് ഡോക്ടറോട് ദേഷ്യപ്പെടുമ്പം ലാബിലുള്ള എന്തെങ്കിലും എറർ ആയിരിക്കും, ദയവേത് ഇത് പുറത്ത് പറയരുത്, ഞങ്ങളുടെ ഹോസ്പിറ്റലിന് അതൊരു ചീത്തപ്പേരാവും, ദയവേത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറയുമ്പം അലീന ചോദിക്കുകയാണ്, കല്യാണം പോലും കഴിയാത്ത ഒരു പെൺകുട്ടിയാണ് ഞാൻ. ഇവിടെ വന്നപ്പോൾ ഞാൻ ഗർഭിണിയാണെന്ന് എൻ്റെ അച്ഛൻ്റെ സഹോദരൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ പറയുമ്പം എനിക്ക് എന്തുമാത്രം നാണക്കേടുണ്ടാവുമെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്നിട്ട് എററാണ്, ക്ഷമിക്കണം പോലും. ഈ ഒരു ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ അവരെയൊക്കെ പറഞ്ഞു വിടണം. നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരെ മാത്രം നിർത്തിയാൽ മതി. ഓരോരുത്തരുടെ ജീവിതം വെച്ചുള്ള കളിയാ. ഇങ്ങോട്ടേക്ക് എല്ലാവരും രക്ഷപ്പെടുന്ന കരുതിയല്ലേ ഓരോ ഹോസ്പിറ്റലും നമ്പി വരുന്നത്. എന്നിട്ട് ഇവിടെ തന്നെ ഇങ്ങനെയാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യും എന്നും ചോദിച്ചുകൊണ്ട് വല്ലാണ്ട് ദേഷ്യപ്പെടുന്നുണ്ട് അലീന. അങ്ങനെ ഡോക്ടറും ആ ലാബ് ടെസ്റ്റ് ചെയ്തവരും മാപ്പ് പറയാണ് കേട്ടോ. എന്തോ സാമ്പിൾ മാറിപ്പോവോ അങ്ങനെ എന്തോ ചെയ്തതാണ്, അതിനവർ മാപ്പ് പറയുന്നുണ്ട്. അലീന എന്നിട്ട് അത് യൂറിൻ ഇൻഫെക്ഷൻ ആണെന്ന് കണ്ടുപിടിക്കുകയാണ്. അതിന് ആൻറ്റിബയോട്ടിക്സും ഒക്കെ കൊടുത്തു വിടുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയപ്പം ബാലൻ പറയുന്നുണ്ട്, എന്ത് വിശ്വസിച്ചാ ഒരു ഹോസ്പിറ്റലിലേക്കൊക്കെ ചെല്ലാ? ഓർക്കാൻ കൂടി വയ്യ. ഒരു നിമിഷം ഞാൻ ഞെട്ടിപ്പോയി. അച്ഛൻ എന്താ കരുതിയത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നോ? അല്ല മോളെ, അങ്ങനൊരു റിസൾട്ട് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ഉള്ളൊന്ന് പിടച്ചു. അച്ഛാ, എനിക്ക് 100% ഉറപ്പായിരുന്നു. അച്ഛൻ കൃഷ്ണമോളെ നോക്കിക്കേ, അവൾ ആദ്യം ഞെട്ടിയെങ്കിലും പെട്ടെന്ന് തന്നെ അവൾക്ക് കാര്യം മനസ്സിലായി. ഞാൻ അവളുടെ ചേച്ചിയല്ലേ, അതുകൊണ്ട് അവൾക്കതറിയാം എന്ന് പറയാണ്. കൃഷ്ണ പറയാണ്, അതേ അച്ഛാ, കേട്ടപ്പോൾ ഞാൻ ഞെട്ടിയെങ്കിലും എനിക്ക് ഉറപ്പായിരുന്നു. കാരണം കഴിഞ്ഞ ആഴ്ചയായിരുന്നു ചേച്ചിക്ക് പീരിയഡ്സ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു. ഇപ്പോൾ എൻ്റെ സ്വന്തം ചേച്ചിയല്ലേ, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ ചേച്ചിക്കും അറിയാം, അല്ലേ ചേച്ചി എന്ന് പറയാണ്. എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകാം. രാവിലെ തന്നെ വല്ലാത്തൊരു ഷോക്കായിപ്പോയി എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ അലീനയും കൂട്ടിക്കൊണ്ട് പോകുന്ന വഴിക്ക് നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് കൃഷ്ണ പറയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, വേണ്ട, വീട്ടിൽ ദോശമാവ് ഇരിപ്പുണ്ടല്ലോ, നമുക്ക് പോയിട്ട് അതുണ്ടാക്കാം എന്ന് പറയുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എപ്പോഴെങ്കിലും അല്ലേ പുറത്തേക്കൊക്കെ ഒന്ന് വരുന്നത്, നമുക്ക് പുറത്തുനിന്ന് ആഹാരം കഴിച്ചിട്ട് പോകാം എന്ന് പറയുമ്പം അലീന പറയാണ്, അത് പിന്നെ മേഡം അവിടെ ഒന്നും കഴിക്കാതിരിക്കുകയല്ലേ, നമ്മൾ കഴിച്ചിട്ട് എന്നാൽ പിന്നെ അത് മതി പ്രശ്നത്തിന്. ഓ, നീ അങ്ങനെ ഓർക്കാണോ? അവൾ പ്രശ്നം ഉണ്ടാക്കിയാലും എനിക്കൊന്നുമില്ല, മര്യാദയ്ക്ക് ഇങ്ങോട്ട് വരാൻ നോക്ക് എന്നും പറഞ്ഞൊരു കടയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്. എന്തായാലും അമ്മയൊന്നും ഉണ്ടാക്കി കാണില്ല വെച്ചാ, അമ്മയ്ക്ക് കൂടി ഒരു പാഴ്സൽ വാങ്ങാവോ എന്ന് ചോദിക്കുമ്പം എന്താ വെച്ചാ നീ ഓർഡർ ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അമ്മയ്ക്കുള്ള പാഴ്സൽ വാങ്ങി ഇവർ 3 പേരും കൂടി വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. വൈജ ഹാളിൽ തന്നെ സോഫയിൽ ഇങ്ങനെ ഇരിക്കായിരിക്കും. കയറി വരുമ്പോൾ കൃഷ്ണമോള്, അമ്മേ ദേ അമ്മയ്ക്കുള്ള ദോശയാ എന്ന് പറയുമ്പോൾ മസാല ദോശയാണോടി എന്ന് ചോദിക്കാണ്. അതെങ്ങനെ അമ്മയ്ക്ക് മനസ്സിലായി? അതിപ്പോൾ ആവശ്യമേ എനിക്കല്ല, ദേ ഇവൾക്കാ, ഈ പിഴച്ചവൾക്ക് എന്ന് പറയുന്നുണ്ട്. അമ്മ എന്തിനമ്മേ വന്ന് കയറുണ്ടേ ഇങ്ങനെ വൃത്തിയോടൊക്കെ പറയുന്നത്? ഞാൻ അമ്മയുടെ മകളല്ലേ, മകളുടെ മുമ്പ് വെച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കാവോ? ഓഹോ, അപ്പം ഞാൻ സംസാരിച്ചതാ കുഴപ്പമല്ലേ? നീ ചേച്ചീനും പറഞ്ഞ് പൊതിഞ്ഞൂട്ടി കൊണ്ടു നടക്കുന്ന ഇവളുണ്ടല്ലോ, ഇവളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ ടെസ്റ്റ് ചെയ്തതെന്നൊക്കെ നിനക്ക് മനസ്സിലായി കാണുമല്ലോ. വെറും 10-14 വയസ്സുള്ള നീ ഇവളുടെ കൂടെ എന്തിനാടി പോയത്? അവളുടെ പിഴച്ച കഥയൊക്കെ നീയും അറിഞ്ഞില്ലേ എന്ന് ചോദിക്കാണ്. സ്വന്തം അച്ഛൻ്റെയും ഇവളുടെയൊക്കെ നാടകം എന്ന് പറയുമ്പം അമ്മ എന്തുദ്ദേശമായി പറയുന്നേ, അമ്മയ്ക്ക് എന്താ പറ്റിയേ എന്ന് ചോദിക്കാണ്. ഞാനൊന്നും അറിയുന്നില്ലെന്നേ വിചാരിക്കണ്ട. വൈജയ് വീട്ടിലാണെങ്കിലും നാട്ടിലുള്ള എല്ലാ കാര്യവും ഞാൻ അറിഞ്ഞു ഇവൾക്ക് വിശേഷം ഉണ്ടെന്ന്. അതുകൊണ്ടായിരിക്കുമല്ലോ മസാല ദോശ വാങ്ങിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്. എന്തേ, നിന്റെ അച്ഛന് വേണ്ടി സ്വീറ്റ്സ് വാങ്ങിക്കൊണ്ട് വരില്ലായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും ബാലേന്ദ്രൻ ഡീന്നും പറഞ്ഞ് അലറാണ്. എന്തിനാ അലറുന്നത്? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? ഞാൻ പറഞ്ഞതിൽ എന്താ ശരികളുള്ളത്? നിങ്ങൾ പ്രഗ്നന്റ് അല്ലേ, ഇതിന് കാരണക്കാരൻ നിങ്ങൾ തന്നെയാ, എനിക്ക് ഉറപ്പാ എന്ന് പറയുമ്പോഴേക്കും ബാലേന്ദ്രൻ അങ്ങോട്ടേക്ക് ചെന്നിട്ട് വൈദ്യരെ കവള് ചേർത്ത് ഒരൊറ്റ അടിയായിരിക്കും. അച്ഛാന്നും പറഞ്ഞുകൊണ്ട് അലീനയും കൃഷ്ണമോളും കൂടി പിടിച്ചു മാറ്റുന്നുണ്ട്. എന്താ അച്ഛയെ കാണിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ അവളെ പറഞ്ഞത് കേട്ടില്ലേ മോളെ, ഇവള് എൻ്റെ സ്വന്തം മോളാ, നിന്റെ കൂടെപ്പിറപ്പല്ലേ, നിന്റെ ചോരയല്ലേ, അവളെക്കുറിച്ച് എന്തനാവശ്യം പറയുന്നായി അവള്, അതും ഞാൻ സ്വന്തം മോളെ പോലെ സ്നേഹിക്കുന്ന എൻ്റെ മോളെക്കുറിച്ചും എന്നെക്കുറിച്ചും അനാവശ്യം പറയുന്ന ഇവളുടെ നാക്ക് ഞാൻ പിഴുതെടുക്കും എന്ന് പറയാണ്. പിഴുതെടുക്ക്, അതിനുള്ള ആളുകളൊക്കെ ഇപ്പൊ വരും എന്ന് പറയാണ്. നോക്കുമ്പോഴേക്കും വണ്ടി വന്ന് വാതിൽക്കൽ നിർത്താണ്. ഇറങ്ങി വരുന്ന ആരാണ്? മനു, ശിവൻ, അതുപോലെ കമല. 3 പേരും കൂടി അകത്തേക്ക് കയറി വരാണ്. കമല ഒന്ന് പകച്ചു നിൽക്കുന്നുണ്ട്. അന്ന് നമ്മുടെ ബാലേന്ദ്രന്റെ കയ്യിൽ നിന്നും ചൂലിന് അടിയും മേടിച്ചുകൊണ്ട് പോയതാണല്ലോ, പിന്നെ ഇന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. പടി കയറാൻ പേടിച്ച് നിൽക്കുമ്പം ശിവനോട് കൈ പിടിച്ച് അകത്തേക്ക് കയറ്റുന്നുണ്ട്.
മനു ആണെങ്കിൽ ഇതൊന്നും വിശ്വസിച്ചിട്ട് കൂടിയില്ല കേട്ടോ. മനു കൂളായിട്ട് തന്നെ കയറി വരാണ്. ഇപ്പൊ കണ്ടില്ലേ ശിവേട്ടാ, ഇവളുടെ ഇയാളുടെ തനി നിറം എന്താണെന്ന്? എനിക്ക് അന്നേ അറിയായിരുന്നു ഇത് ഇയാളുടെ മകളൊന്നും അല്ലെന്ന്. ഡീ മിണ്ടി പോകാറുന്ന നിന്നോട് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ ഇവളെന്റെ മകളാ. ഇവളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞ ഞാനത് കേട്ടോണ്ട് നിൽക്കില്ല. അപ്പോഴേക്കും കമല പറയുന്നുണ്ട്, പിന്നെ എന്താ ഇതിനൊക്കെ അർത്ഥം? ഇവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. രോഹിയാണെങ്കിലോ സുഖമില്ലാതെ കിടക്കാം. പിന്നെ ആരായിരിക്കും ഇതിന് കാരണക്കാരൻ എന്ന് ചോദിക്കാണ്. വൈജ പറയുന്നുണ്ട്, ഇയാള് അല്ലാതാരാ? ഏതു നേരം രണ്ടുപേരും ആ മുറിക്കാത്തല്ലേ? പിന്നെ ഞാൻ പറഞ്ഞതാണ് തെറ്റ് എന്ന് ചോദിക്കാണ്. ബാലേന്ദ്രൻ പറയാണ്, ഒരടി കിട്ടിയത് നീ മറന്നുപോയോ? നിന്റെ താടിയലിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്നുള്ള കാര്യം നീ മറക്കണ്ട. നിന്റെ താടിയിലല്ല, നിന്റെ നാക്ക് കയറി ഞാൻ അറുത്ത് കളയും എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ശിവൻ പറയാണ്, കമലയെ വൈജ് രണ്ടുപേരും നിർത്ത്. ബാലേന്ദ്ര എന്താ സംഭവിച്ചത്? അലിനയ്ക്ക് എന്താ പറ്റിയേ എന്ന് ചോദിക്കുമ്പം വൈജി ചോദിക്കാണ്, അയ്യോ ഒക്കെ തിരുത്തി വെച്ച് കുഞ്ഞിച്ചോട് ചോദിക്ക്. ഇങ്ങനെ ചോദിക്കാനാണോ എൻ്റെ പൊന്നാങ്ങള ഇങ്ങോട്ടേക്ക് കയറി വന്നത്? ഇതിനാണോ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിച്ചത് എന്ന് ചോദിക്കാണ്. വൈജെ, കാര്യങ്ങളെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണ്ടേ? അല്ലാതെ നീ പറഞ്ഞ കേട്ട് തുള്ളാൻ പറ്റുമോ? ഓഹോ, അപ്പൊ ഞാൻ പറഞ്ഞൊന്നും നിങ്ങൾക്ക് വിശ്വാസമായില്ലേ? ഇവളും ഇയാളും എൻ്റെ മോളെയും കൂട്ടി രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് എന്തിനാ? ഇവളുടെ വയറുവേദന ചെക്ക് ചെയ്യാൻ. അവിടെ ചെന്ന് റിസൾട്ട് വന്നപ്പോഴോ ഇവളെ പ്രഗ്നന്റ് ആണെന്ന്. അത് സത്യമല്ലേ? ഞാൻ പറഞ്ഞ സത്യമല്ലേ എന്ന് കൃഷ്ണമോളോട് ചോദിക്കാണ്. അപ്പോൾ ശിവൻ കൃഷ്ണമോളോട് ചോദിക്കാണ്, മോളെ ഈ കേട്ടതൊക്കെ സത്യമാണോ? അത് പിന്നെ എന്ന് പറയുമ്പോഴേക്കും കമല പറയാണ്, കണ്ടോ സത്യമല്ലേ? അപ്പൊ എങ്ങനെയുണ്ട്? പറഞ്ഞതൊക്കെ ഓക്കെ അല്ലേ എന്ന് പറയാണ്. അപ്പോഴേക്കും മനു അങ്ങോട്ടേക്ക് വന്നിട്ട് കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട്, കൃഷ്ണമോളെ ഞങ്ങൾ ആരും ഒന്നും വിശ്വസിച്ചിട്ടില്ല. അലീന ഞാനും വിശ്വസിച്ചിട്ടൊന്നുമില്ല. എന്താ സംഭവിച്ചേ? എന്താ അവർക്കതിൽ എറർ പറ്റിയതാണോ എന്ന് ചോദിക്കുമ്പം കൃഷ്ണമോള് പറയുന്നുണ്ട്, കണ്ടോ മനുവേട്ടന് വിവരമുണ്ട്, അതുകൊണ്ട് കാര്യം മനസ്സിലായി. എൻ്റെ പൊന്നങ്ങളെ സംഭവിച്ചെന്തെന്ന് അറിയോ? ചേച്ചിക്ക് യൂറിൻ ഇൻഫെക്ഷനാ. ഞങ്ങൾ കൊണ്ടുപോയതാ. അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടർക്ക് തെറ്റിപ്പോയതാ. ഡോക്ടർക്കല്ല, ആ ലാബുകാർക്ക്. ചേച്ചിയുടെ സാമ്പിൾ കൊടുത്തത് മാറിപ്പോയത് എങ്ങാണ്ടാ. ആദ്യം ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതുപോലെ റിസൾട്ടാണ് വന്നത്. പെട്ടെന്നാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ല ചേച്ചി അവിടെ കിടന്ന് ബഹളം വെക്കുകയും ഞങ്ങളും ബഹളമൊക്കെ ഉണ്ടാക്കി. ആ സമയത്ത് ഒന്നുകൂടി പോയി ടെസ്റ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ചേച്ചിയുടെ റിസൾട്ട് മാറിപ്പോയതാണ്. ചേച്ചിക്ക് നല്ല യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ട്, അതാ കാരണം. ആദ്യത്തെ റിസൾട്ട് അറിഞ്ഞ് ആറാണ്ടവ അമ്മയെ വിളിച്ച് കാര്യമൊക്കെ പറഞ്ഞത്. രണ്ടാമത്തെ സത്യാവസ്ഥ അമ്മ അറിഞ്ഞിട്ടുമില്ല. അതാ സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മനു പറഞ്ഞുണ്ട്, ഞാൻ വീട്ടിൽ വെച്ച് പറഞ്ഞതല്ലേ, എന്തെങ്കിലും കാള പറ്റുന്ന കേട്ടോണ്ടേ കയറും എടുത്തോണ്ട് ഇറങ്ങുമല്ലോ രണ്ടുപേരും. അച്ഛന് നാണമില്ലേ അമ്മ പറഞ്ഞ കേട്ടോണ്ട് ഇങ്ങോട്ടേക്ക് തുള്ളിക്കൊണ്ട് വരാൻ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും കമലൊന്നും മിണ്ടാതിരിക്കാണ്. വൈജയും വായടച്ച് നിൽക്കുന്നുണ്ട്. ശിവൻ പറയുന്നുണ്ട്, എടാ ഇങ്ങനൊരു കാര്യം അറിയുമ്പോൾ നമ്മളൊന്ന് അന്വേഷിക്കണ്ടടാ. അതുകൊണ്ടല്ലേ ഞാൻ വന്നത്. സത്യമാണോ അല്ലേന്ന് അറിയണ്ടേ, അതുകൊണ്ടാണ് ഞാൻ വന്നത്. അല്ലെങ്കിൽ പോലും വൈജി പറഞ്ഞത് ഞാൻ വിശ്വസിച്ചില്ലല്ലോ. ഞാൻ ചോദിച്ചത് കൃഷ്ണമോളോടല്ലേ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും അലീന അവിടെ നിന്നുണ്ട് വിതുമ്പി കരയാണ്. മനു പോയിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ വിതുമ്പി കരഞ്ഞത്? നിനക്ക് നീ ആരാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ അതറിയാത്ത ഒന്ന് രണ്ട് പേരെ ഇവിടെ ഉള്ളൂ. അവരെയൊക്കെ മനസ്സിനകത്തെ കറയാ, കണ്ണിന് മഞ്ഞളിപ്പാ. നിന്റെ നല്ല മനസ്സ് കാണാനേ അവർക്കൊന്നും പറ്റില്ല. അതുകൊണ്ടാ അവരങ്ങനെയൊക്കെ പറഞ്ഞത്. നീ എന്തിനാ അതോർത്ത് കരയുന്നേ? നിന്റെ ശുദ്ധിയും നിന്റെ പവിത്രത എത്രത്തോളം ഉണ്ടെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ കൃഷ്ണമോളെ എന്ന് ചോദിക്കാണ്. അല്ല പിന്നെ ഇവരൊക്കെ അങ്ങനെ പലതും പറയും ചേച്ചി ഒന്നും കാര്യമാക്കണ്ട. ഇതും പറഞ്ഞാണോ ചേച്ചി കരയാൻ നിൽക്കുന്നത്? അയ്യേ നാണക്കേട്, കണ്ണീർ തുടച്ച് എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോള് പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോഴേക്കും അലീനയുടെ തോളത്ത് എല്ലാവരും മുമ്പിൽ വെച്ച് കൈ വെച്ചുകൊണ്ട് മനു പറയാണ്, അതെ അലീനെ കുറിച്ച് ഇങ്ങനെ വേണ്ടാതിനം ഇനി ആരും പറഞ്ഞോണ്ട് നടക്കരുത്. അതെ എനിക്കിഷ്ടപ്പെടില്ല, പറഞ്ഞേക്കാം എന്നും പറഞ്ഞുകൊണ്ട് മനു അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. ഇത് കണ്ട ഷോക്കിൽ നിൽക്കാണ് കമല. അവളുടെ തോളിൽ കൈവച്ചുകൊണ്ടാണല്ലോ പറഞ്ഞത്. അത് കേട്ടുകൊണ്ട് ശിവനും അപ്പം ഏതാണ്ടൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. എപ്പോഴും മനു അലീനയുടെ പിന്നാലെയാണല്ലോ. അപ്പം അലീനയോട് മനു എന്തോ ഒരു ചായ ഉണ്ടെന്നുള്ള കാര്യം അയാൾക്ക് മനസ്സിലാവാണ്. അയാള്, ബാലേന്ദ്ര ഞാൻ പോവാ. ഇങ്ങനൊരു കാര്യം വിളിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്നറിയാൻ ഞാൻ വന്നേ ഉള്ളൂ. വന്നതിൽ സന്തോഷം. പെങ്ങളുടെ തനിക്കുണം എന്താണെന്ന് ഇപ്പം മനസ്സിലായല്ലോ. ഇതാണ് നിങ്ങളുടെ പെങ്ങളുടെ യഥാർത്ഥ സ്വഭാവം. സ്വന്തം സ്വഭാവമാണ് എല്ലാവർക്കും ഞാൻ കരുതിയിരിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും ശിവൻ ബാല എന്ന് വിളിക്കുന്നുണ്ട്. ആ ശരി ശിവേട്ടാ, പൊയ്ക്കോ എന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന് വൈജ കല്ല് തുള്ളുന്നുണ്ട്. നിങ്ങൾ എന്താ പറഞ്ഞത്? സ്വന്തം സ്വഭാവമാണെന്നോ? ഞാനെന്താ അവളെപ്പോലെ പിഴച്ചടക്കാണോ? നിങ്ങളെന്ത് വർത്താനാ പറഞ്ഞേ എന്ന് ചോദിക്കുമ്പോഴേക്കും ശിവൻ മുന്നേ ഇടയിൽ കയറാണ്. ദേ വൈജേ,
മര്യാദയ്ക്ക് സംസാരിക്കണം. ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങളെടുത്തിടാൻ നിൽക്കണ്ട. നീ നിന്റെ കാര്യം നോക്കി നിന്നാ മതി. അലീനയുടെ കാര്യം നീ അന്വേഷിക്കണ്ട എന്ന് പറയുമ്പം എന്താ ശിവേട്ടാ ഇങ്ങനെ പറഞ്ഞത്? ഞാൻ പിന്നെ അന്വേഷിക്കണ്ടേ? ഇത് എൻ്റെ വീടും കൂടെ അല്ലേ? ഇയാള് എന്നെ ആദ്യം ഇറക്കി വിട്ടപ്പോൾ തന്നെ ഞാൻ പോയതാ. നിങ്ങളല്ലേ എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടാക്കിയത്? അതിന് ഇവളുടെ അടിമയായിട്ട് കിടക്കാനാണോ എന്നെ കൊണ്ടിവിടെ ആക്കിയത് എന്ന് ചോദിക്കാണ്. വൈജയ്, ഞാൻ പറഞ്ഞല്ലോ, ദയവ് ചെയ്ത് നീ നിന്റെ നാക്കടക്കിയൊന്ന് വെക്ക്. ഗംഗേട്ടൻ പറഞ്ഞിട്ട് പോയതെല്ലാം നിനക്ക് ഓർമ്മയുണ്ടല്ലോ, അതനുസരിച്ച് പെരുമാറിയാൽ മതി എന്ന് പറയാണ്. ഇപ്പൊ മനസ്സിലായില്ലേ നിനക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണെന്ന്? ഇനിയെങ്കിലും അവന്ന് അംഗീകരിക്കാൻ പഠിക്ക്. അവളൊരിക്കലും അവളുടെ മിസ്റ്റേക്കുകൾ അംഗീകരിക്കില്ല ശിവേട്ടാ. അവളെപ്പോഴും അവളാണ് നല്ലതെന്നും പറഞ്ഞ് നടക്കല്ലേ, അവളാണ് ബെസ്റ്റ് എന്നും പറഞ്ഞ അവള് ജീവിക്കുന്നത്. അവൾക്കുണ്ടായ തെറ്റുകുറ്റങ്ങളൊന്നും അവൾ ഒരിക്കലും പുറത്ത് പറയുകയില്ല, ആരും അറിയുകയില്ല എന്ന് പറയുന്നുണ്ട്. എന്തുദ്ദേശ താൻ അങ്ങനെ പറഞ്ഞത്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ, ശിവേട്ടാ എന്റെ കൺമുമ്പിൽ നിന്ന് ഇവളോട് പോകാൻ പറ. എന്റെ അടുത്തുള്ള സംസാരിക്കണ്ട, എന്റെ നിയന്ത്രണം വിട്ട് പോവാ. വന്ന് കയറിയപ്പോ തന്നെ ഇവൾ എന്ത് ഭാഷയാ പറഞ്ഞെന്ന് ശിവേട്ടനറിയോ? ദേ എന്റെ മകളാ ഈ നിൽക്കുന്നത്. ഇവളുടെ മുമ്പിൽ വെച്ചാ അവളെ വൃത്തിയുടെ ഭാഷ പറഞ്ഞത്. അതുകൊണ്ടാ ഞാൻ അവളെ അടിച്ചതും എന്ന് പറയുമ്പം വൈജ ഒന്നും മിണ്ടാതെ നിൽക്കാണ്. ശിവൻ പറയുന്നുണ്ട്, വൈജയ് നിനക്കത് ആവശ്യം ഒന്നുമില്ലെങ്കിലും ആ നിൽക്കുന്നത് ബാലേന്ദ്രന്റെ മകളല്ലേ? ഈ നിൽക്കുന്നതും ബാലിന്റെ മകൾ തന്നെയാണല്ലോ. അവർ മുമ്പിൽ വെച്ച് ഈ കുട്ടിയെക്കുറിച്ച് നീ അങ്ങനെ വൃത്തിയോട് പറയാൻ പാടുണ്ടോ? അയാൾ ജനിപ്പിച്ച അയാളുടെ മകളെ പറ്റിയാണോ നീ ഇങ്ങനെ അപവാദം പറഞ്ഞത് എന്ന് ചോദിക്കാണ്. ദേ വൈജയ്, ഇമാതിരി ചീഞ്ഞ കേസിനൊന്നും ഇനി മേലാൽ എന്നെ വിളിച്ചു പോവരുത്. ഞാൻ ഈ ആഴ്ച കയറി പോവാ. ദയവ് ചെയ്ത് എന്റെ മണ്ടക്കോട്ട് ഇതൊന്നും വലിച്ചിടരുത്. നീ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാ ഞങ്ങൾ അനുഭവിക്കുന്നത്. നീ ഒറ്റയൊരുത്തി കാരണം ഒരു മനസ്സമാധാനം ഇല്ലാതെ ഞങ്ങൾ നടക്കാണ് എന്ന് പറയുമ്പോൾ വൈജി ചോദിക്കാണ്, ഞാനാണോ മനസ്സമാധാനം തരാത്തത്? പിന്നെ അല്ലാതെ വേറെ ആരാ? അലീന ബാലേന്ദ്രന്റെ മകളാ. എന്തൊക്കെയാണെങ്കിലും ഇത് അംഗീകരിച്ചേ പറ്റുള്ളൂ. 23 വർഷമായിട്ട് നീ അയാളുടെ കൂടെ ജീവിക്കല്ലേ? ഭർത്താവിന് അങ്ങനൊന്ന് സംഭവിച്ചു പോയി. അതുകൊണ്ട് നീ ഇത് അംഗീകരിച്ച് ജീവിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക്. അലീന ഇവിടെ തന്നെ കാണും. ബാലേന്ദ്രന്റെ മകളാണെങ്കിൽ അയാള് ജീവിക്കേണ്ടത് ബാലേന്ദ്രന്റെ വീട്ടിലാ, അല്ലാതെ വേറെങ്ങും അല്ല. അതെങ്കിലും മനസ്സിലാക്കി നീ ഒന്ന് ജീവിക്കാൻ നോക്ക് എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും വൈജയ്ക്ക് ഭയങ്കരമായിട്ട് കലിയാവുകയാണ്. വൈജ പറയുന്നുണ്ട്, അങ്ങനെ ഞാനാ തെറ്റിയതെങ്കിൽ ഇയാളെ ക്ഷമിക്കുമായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും ബാലൻ കലിപ്പിച്ച് ഒരു നോട്ടം നോക്കാണ്. ഇത് കണ്ടപ്പോൾ ശിവന് പേടിയായിട്ടോ. ശിവൻ പറയുന്നുണ്ട്, നീ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് റൂമിനകത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് കഥ കടച്ച് കുറ്റിയിടുന്നുണ്ട്. എന്താണ് നിനക്ക് കുഴപ്പം എന്ന് ചോദിക്കുമ്പം, ശിവേട്ടാ പിന്നെ അത് അയാൾ പറഞ്ഞത് കേട്ടില്ലേ? എന്ത് പറഞ്ഞു എന്ന്? നീ എന്താടി അത്രയ്ക്ക് പതിവ്രതയാണോ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും നമ്മുടെ വൈദ്യുതി നാക്കിറങ്ങിപ്പോയി. വൈദ്യ തലയും കുണിച്ച് നിൽക്കുകയാണ്. ദേ എല്ലാ കാര്യങ്ങളും ഞാൻ കറിയെന്നുള്ള കാര്യം നിനക്ക് ഓർമ്മ വേണം. പലരിലേക്കും അത് ലയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു ഓർമ്മ കൂടി നിനക്കുണ്ടെങ്കിൽ കൊള്ളാം. കല്യാണത്തിന് മുമ്പേ ഒരുത്തൻ്റെ കൂടെ 8-9 മാസം താമസിച്ച് അവന്റെ കുഞ്ഞിനെ പ്രസവിച്ചോളാ നീ. അതെല്ലാം മറച്ചു വെച്ചോണ്ടാ ബാലേന്ദ്രനെ നീ വിവാഹം കഴിച്ചത്. 23 വർഷമായി. ആ ഒരു കാര്യം നീ മറക്കണ്ട. ഇത്രയും കാലം അയാൾ നിന്നെ പൊന്നുപോലെ നോക്കിയത് ആണല്ലോ എന്ന് ചോദിക്കാണ്. ഇപ്പോ അയാൾക്ക് പണ്ടെങ്ങോ ഒരു അവിഹിതത്തില് ഒരു കുഞ്ഞുണ്ടായിരുന്നു. അത് അയാൾക്ക് അറിയില്ലായിരുന്നു. ഇപ്പോഴയാൾ അറിഞ്ഞത്. അറിഞ്ഞു കഴിഞ്ഞിട്ടും ആ കുഞ്ഞിനെ അയാൾ അനാഥത്തിൽ നിർത്താൻ പറ്റുമോ? അതുകൊണ്ടല്ലേ അയാൾ ഇവിടേക്ക് കൊണ്ടുവന്നത്. അതിനിപ്പോ നിനക്ക് എന്താണ് ഈ പ്രശ്നം? അയാള് ആ കുട്ടിയെ വളർത്തുന്നോണ്ട് നിനക്ക് എന്താ കുഴപ്പം? അത് അയാളുടെ സ്വന്തം കുഞ്ഞ് തന്നെയാ. ശിവേട്ടാ നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അയാളുടെ കുഞ്ഞു തന്നെയാണെന്ന്? ആ എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് മാത്രമല്ല രാജീവനും ഗംഗേട്ടനും എല്ലാവർക്കും ഉറപ്പുണ്ട്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ അയാൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. അയാൾക്ക് സപ്പോർട്ട് ചെയ്യാതിരിക്കുള്ള എന്ത് കാരണമുള്ളതെന്ന് നീ എന്ന് പറഞ്ഞേ. നീയും അതേ തെറ്റ് ചെയ്തവള് തന്നെയല്ലേ? നീയും ഒന്ന് പിഴച്ചവളല്ലേ? പിന്നെ നീ എന്തിനാടി 6 മെക്കടടി കയറുന്നത് എന്ന് ചോദിക്കാണ്. വൈജ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. കുറേ ആയി ഞാൻ ക്ഷമിക്കുന്നു. ഗംഗേട്ടനും ശിവേട്ടനും എല്ലാവരും ക്ഷമയുടെ നെല്ലിപ്പലയെ കണ്ട് നിൽക്കാ. നിന്റെ അഹങ്കാരത്തിന് മുമ്പില് ഒറ്റ പെങ്ങളെ ഉള്ളെന്നോർത്തുകൊണ്ട് എല്ലാവരും ഒരുപാട് നിന്നെ കൊഞ്ചിച്ചു. തറവാട്ടിലൊരു പെൺതരിയാണെന്ന് പറഞ്ഞുകൊണ്ട് നിന്നെ എല്ലാവരും ലാളിച്ച് ഓമനിച്ചാ വളർത്തിയത്. അതിന്റെ എല്ലാ ദോഷവും നിന്നിൽ കാണാനുമുണ്ട്. നീ ഒറ്റയൊരുത്ത് കാരണമാണ് കുടുംബത്തിന് ഇത്ര വലിയ അപമാനം ഉണ്ടായത്. ആ അപമാനം മറച്ചു വെക്കാൻ വേണ്ടി അച്ഛനും ഞങ്ങൾ എല്ലാവരും കൂടി എന്തൊക്കെ ചെയ്തു കൂട്ടിയെന്ന് നിനക്കറിയാലോ. എന്നിട്ട് ആ ബാലേന്ദ്രന്റെ ജീവിതത്തിലേക്ക് നിന്നെ ഞങ്ങൾ പറഞ്ഞു വിട്ടത്. അവിടെ നിനക്ക് സമാധാനത്തിരിക്കാൻ കഴിയില്ല അല്ലേ? എല്ലാവരോടും അടിയും മലമ്പും വഴക്കുണ്ടാക്കി ഈ ജീവിതം നശിപ്പിക്കാനാണോ നിന്റെ തീരുമാനം എന്ന് ചോദിക്കാണ്.
ഇനി മേലാല് ഇമ്മാര് കേസും പറഞ്ഞുകൊണ്ടങ്ങാണ് എന്നെ വിളിക്കണം. അത് മാത്രമല്ല അലീനയും ബാലേന്ദ്രനെയും അവന്റെ വഴിക്ക് വിട്ടേരെ. അല്ലാതെ നീ കൂടുതൽ കയറി ചൊറിയാൻ പോയാലേ ചേട്ടന്മാരായ ഞങ്ങൾ തന്നെ നിന്റെ പഴയ കാലമെല്ലാം അങ്ങോട്ട് പോയി പറഞ്ഞു കൊടുക്കും. പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് വൈജാനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. വൈജ ഒന്നും മിണ്ടാതെ നിൽക്കാണ്. താടിയലിന് നല്ല വേദന കാണുമല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പം വൈജ ഒന്നും മിണ്ടാതെ ആ കവിളിൽ തൊടുകയാണ്. എനിക്കറിയാം, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അധിക ദിവസമായില്ലല്ലോ. അയാളുടെ കയ്യിൽ നിന്ന് നല്ലൊരെണ്ണം കിട്ടിയില്ലേ? നിന്റെ പിഴച്ച നാക്കിനെ അത് തന്നെ കിട്ടണം. ഞാനും ഗംഗേട്ടനൊക്കെ തരേണ്ടതാ അയാൾ തന്നത്. ഇത്രയും കൊല്ലം അയാൾ നിന്നെ നുള്ളിപ്പോലും നോവിച്ചിട്ടില്ല. വൈജയായിരുന്നു ഈ കൊട്ടാരത്തിന് അധികാരം, ഈ സാമ്രാജ്യത്തിലെ രാജ്ഞി. നിനക്കറിയാലോ. ഇപ്പോ അയാളുടെ മകൾ വന്ന് കയറി. അത് നിന്റെ തെറ്റുകളെയും നിന്റെ പ്രവൃത്തികളെയും മനസ്സിലാക്കിക്കൊണ്ട് ആ കുട്ടിയെ നീ സ്വീകരിച്ച് സ്നേഹിക്കാന്നെങ്കിൽ ഈ പ്രശ്നമെല്ലാം ഉണ്ടാവുമായിരുന്നോ? പക്ഷേ നിനക്ക് അഹങ്കാര. നീ ഭയങ്കര സൽപുത്രിയും നീ ഭയങ്കര സംഭവമല്ലേ? നിന്റെ മനസ്സിലെ വിചാരം അങ്ങനെയാ. വൈജി എന്തോ വലിയ സംഭവമാ, വൈജി ഭയങ്കര സംഭവമാണ്, വൈജി ഇതാണെന്നൊക്കെയാ എന്റെ തോന്നല്. പക്ഷെ നീ ഓർത്തോ, ഒന്നും അല്ല. വൈജ എന്ന് പറഞ്ഞാലേ വട്ടപൂജ. ഇപ്പൊ നിന്റെ മക്കളും നിന്റെ ഭർത്താവും നിന്റെ സഹോദരങ്ങളും നിന്റെ കൂടെ ഇല്ല. ആരും നിന്റെ കൂടെ ഇല്ല. അത് നീ മനസ്സിലാക്കിക്കോ. നിന്റെ കഴിഞ്ഞ കാലം കൂടി പുറത്തായാലേ ഇപ്പോൾ നിന്റെ മക്കൾ പോലും നിന്നെ കാർക്കിച്ച് തുപ്പി നിന്റെ അടുത്തത് പോകും. ആ ഒരു ഓർമ്മ നിനക്ക് വേണം. വൈജെന്നാല് വട്ടപൂജയാണെന്ന് എപ്പോഴും നിന്റെ മനസ്സിനെ നീ പറഞ്ഞു പഠിപ്പിക്ക്. അപ്പൊ നിന്റെ അഹങ്കാരമൊക്കെ അങ്ങ് കുറഞ്ഞോളും എന്ന് പറയുന്നുണ്ട്. അവളൊരു പതിവ്രത വന്നിരിക്കുന്നു, എന്നെ കൊണ്ടൊന്ന് പറയിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ശിവൻ വാതിൽ വലിച്ചു തുറന്ന് പുറത്തേക്ക് ഇറങ്ങാണ്. കമലെ, എന്നാ നോക്കി നിൽക്കാ, വാ പോകാം. ബാല, കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഇനിയുള്ള പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശിവൻ പുറത്തേക്ക് ഇറങ്ങാണ്. അലീന കരനോട് നിൽക്കുന്ന കാണുമ്പോൾ ശിവൻ പറയുന്നുണ്ട്, നീ എന്തിനാ കൊച്ചേ കരനെ? അവൾ അങ്ങനെ കിടന്ന് പലതും പറയും. നീ നിന്റെ കാര്യം നോക്കാൻ നോക്ക്, അവളുടെ തലയ്ക്ക് ഓളവാ എന്ന് പറഞ്ഞുകൊണ്ട് ശിവൻ പോവാണ്. അലീനോട് കൂടെ പോയിട്ട് ശിവൻ അങ്ങനെ പറഞ്ഞത് വൈജ കേൾക്കുമ്പോൾ വൈജയ്ക്ക് മാനസികമായിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നാണ്. താന് എല്ലാവരുടെ മുമ്പിൽ തോറ്റുപോയി നാണം കിട്ടുന്നുള്ള തോന്നല് അവളുടെ മനസ്സിന് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ശിവനും കമലയും പോയി കാറിൽ കയറാണ്. നമ്മുടെ മാനു ഓൾറെഡി തന്നെ കാറിൽ കയറുന്നുണ്ട്. അച്ഛനോട് ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ഇമ്മാരെ നാട്ടുകേസിനൊന്നും ഇറങ്ങി തിരിക്കരുതെന്ന്. അങ്കിളുടെയൊക്കെ മുമ്പിൽ ഞാൻ നാണം കിട്ടു പോയി. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ വരുന്നില്ലാന്ന്. നിങ്ങളല്ലായിരുന്നോ എന്നെ വലിച്ചു പിടിച്ച് കൊണ്ടുവന്നത്? ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചായിരിക്കുമെന്ന്. എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും കേൾക്കാൻ തയ്യാറായോ? നാണക്കേട് എന്ന് പറയാണ്. ഹോ, അവൻ്റെ ഒരു നാണക്കേട്. അലീനയുടെ മുമ്പിൽ തലതാച്ച് നിൽക്കണമെന്ന് നാണക്കേട് അവന് എന്ന് പറയുന്നുണ്ട്. അതെ, അങ്ങനെ തന്നെയാ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടാണ്. എടാ, നിന്റെ ചാട്ടം എങ്ങോട്ടാന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവളുടെ തോളലും കയറിട്ട് നിന്ന് നിപ്പേ ഞാൻ മറക്കില്ല. അങ്ങനെ എങ്ങാണ്ടൊരു വിചാരം നിന്റെ മനസ്സിലുണ്ടെങ്കിലേ അതങ്ങ് മാറ്റി വെച്ചേരെ. അതൊരിക്കലും നടക്കില്ല. അപ്പോ മനു പറയുന്നുണ്ട്, എന്താമേ നടക്കാൻ ഇത്രയ്ക്ക് പ്രയാസം? അലീന പറഞ്ഞു വരുമ്പം എന്റെ മുറപ്പെണ്ണല്ലേ? എങ്ങനെയാടാ നിന്റെ മുറപ്പെണ്ണാവുന്നത്? ആ ബാലേന്ദ്രന് ഏതോ അവിഹിതത്തിലുണ്ടായ പെണ്ണ അവളാണോ നിന്റെ മുറപ്പെണ്ണ്? വൈജാന്റെ ഹസ്ബൻഡ് അല്ലേ? വൈജാന്റിയുടെ മകളെപ്പോലാവുമല്ലോ. അപ്പേന്റെ മുറപ്പെണ്ണാവും. അവൾക്ക് 10-21 വയസ്സുണ്ട്. നല്ല സൗന്ദര്യമുണ്ട്. മനസ്സിന് അതിനപ്പുറം സൗന്ദര്യമുണ്ട് അവൾക്ക്. നല്ല കരുണയുള്ള മനസ്സാ, നല്ല നന്മയുള്ള കുട്ടിയാ, ആവശ്യത്തിന് വിദ്യാഭ്യാസമുണ്ട്. അതുകൊണ്ട് അവളെ സ്വീകരിക്കുന്നതിലൊരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അമ്മ സ്റ്റാറ്റസിന് അന്തസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവൾ ഒട്ടും പുറകിലല്ല. സമ്പത്തിന്റെ കാര്യം പറയുകയാണെങ്കിലോ ബാലധനങ്ങളുടെ ഒരു സ്വത്തിന്റെ അവകാശവും അവൾക്കുണ്ട്. പിന്നെ അമ്മയ്ക്ക് എന്തിനാമേ അവളുടെ ഇത്രയ്ക്ക് ദേഷ്യം എന്ന് പറയുമ്പം കമല പറയാണ്, എൻ്റെ വീട്ടിലെ അടുക്കളക്കാരായിട്ട് കയറി വന്ന അവളെ ഞാൻ എൻ്റെ മരുമകളുടെ സ്വീകരിക്കണോടാ? ഒരിക്കലും ഇല്ല. കോടുകൾ തന്ന് വീട്ടിലേക്ക് കയറാനേ ഇഷ്ടംപോലെ പെൺകുട്ടികളെ ക്യൂവാ. പിന്നെ ഭയങ്കര ക്യൂവാ. ഒരു പീഡനവീരന്റെ വീട്ടിലേക്ക് എല്ലാരും പെമ്പിളാരെ തരാൻ അങ്ങ് കൊതിച്ച് നിൽക്കുവല്ലേ. അമ്മ നോക്കിയിരുന്നോ എന്നും പറഞ്ഞുകൊണ്ട് അവൻ വണ്ടി എടുക്കുമ്പം കമല ചോദിക്കാണ്, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ലേ? അവൻ പറഞ്ഞാക്കെ നിങ്ങൾ കേട്ടോ? എന്റെ പൊന്നു കമലെ, അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ, അതൊക്കെ അപ്പ നോക്കാം. നീ ഒന്നും മിണ്ടാതിരിക്ക്, എന്റെ തല പുകയുന്നു എന്നും പറഞ്ഞുകൊണ്ട് എടാ വണ്ടി എടുക്കാമെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ മനു വളരെ നൈസായിട്ട് കാര്യങ്ങളെല്ലാം വീട്ടിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് പോവാണ്. ഈ ഒരു സമയം കൃഷ്ണമോള് പറയാണ്, ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നേ, അവരോരുത്തരും ഇങ്ങനെ ഇറങ്ങിക്കോളും. ആ കമലയാൻറ്റിയാ ഇതെല്ലാം ഒപ്പിക്കുന്നത്. എന്തെങ്കിലും കേട്ടാടനെ ഇങ്ങനെ ചാടിത്തുള്ളി പോയിക്കോളും. കമലയാൻറ്റി കൂടി ഒരെണ്ണം കൊടുക്കേണ്ടതായിരുന്നു എന്ന് പറയാണ്. അങ്ങനെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് അലിനയ്ക്ക് ടാബ്ലറ്റ് ഒക്കെ കൊടുത്തിട്ട് അലിനെ കിടത്തുകയാണ്. ചേച്ചി റെസ്റ്റ് എടുത്താൽ മതി കേട്ടോ. ചേച്ചി ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഞങ്ങളെല്ലാവരും ചേച്ചിക്ക് കട്ട സപ്പോർട്ടാ. പിന്നെ ഫുഡിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. അയ്യോ മോളെ, മോള് കഷ്ടപ്പെടണ്ട. അതൊന്നും മോള് കൂട്ടിയാ കൂടില്ല.
ഒത്തിരി പണിയുള്ളതല്ലേ. ആ ഇന്ന് ഞാൻ കൂട്ടിയാലും കൂടും കേട്ടോ, അല്ലെങ്കിൽ അച്ഛനോട് പറഞ്ഞ് പുറത്തുനിന്ന് ഞാൻ ഫുഡ് വരുത്തിച്ചോളാം എന്ന് പറയാണ്. അങ്ങനെ വൈദ്യുതി മുറിലേക്ക് പോയിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് മസാല ദോശ വേണോ? കൊണ്ടു കൊടുക്കടി നിന്റെ മറ്റവക്ക് എന്ന് പറയുമ്പോൾ, ഛേ എന്തൊക്കെ വർത്താനം അമ്മയെ പറഞ്ഞത്, ഞാൻ അമ്മയുടെ മകളല്ലേ, കുറച്ചെങ്കിലും സ്റ്റാൻഡേർഡോടുകൂടി അമ്മ സംസാരിക്കണ്ടേ, എന്ത് ഭാഷയെ പറയുന്നേ എന്ന് ചോദിക്കാണ്. മിണ്ടിപ്പോവരുത് നീ എന്നോട്, അമ്മ തോറ്റുപോയതിന്റെ അരിശല്ലേ, അമ്മ വലിയ കൈകുട്ടി സന്തോഷിച്ചിരിക്കുകയായിരുന്നല്ലോ, ആങ്ങളെയും ഭാര്യയെല്ലാം വിളിച്ചു വരുത്തിയല്ലേ ചേച്ചി മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി, അവ നടക്കാത്തതിന് ദേഷ്യമല്ലേ അമ്മയ്ക്ക്? അമ്മയ്ക്ക് നാണമുണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്? ഒരാളുടെ കുറ്റം കേട്ട ഉടനെ അതെല്ലാം വിളിച്ചു പോയി പറഞ്ഞ് സന്തോഷിരിക്കുക, എന്തൊരു മനസ്സാ അമ്മേണ്ടത്. പാവം ആ ചേച്ചി ഭക്ഷണം കഴിച്ചിട്ട് പറഞ്ഞതാ, മേഡം അവിടെ കഴിക്കാതിരിക്കുകയായിരിക്കും, എന്തെങ്കിലും വാങ്ങിച്ചിടുവാന്ന് പറഞ്ഞ് ചേച്ചി വാങ്ങിച്ചു തന്നാ ഇത്, എനിക്കിങ്ങ് വേണ്ട, കൊണ്ടേ കൊടുക്കവക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ അമ്മ എടുത്ത് കഴിച്ചാൽ മതി, എനിക്ക് ഒരു നിർബന്ധമില്ല, ഇവിടെ ആരും ഇന്ന് പാചകം ചെയ്യാൻ പോകുന്നില്ല, ചേച്ചിക്ക് തീരെ വയ്യ, ചേച്ചി കിടക്കാം, ആന്റിബയോട്ടിക് കൊടുത്ത് റെസ്റ്റ് എടുക്കാനാ പറഞ്ഞേക്കുന്നത്, പിന്നെ എനിക്ക് അത്രയ്ക്ക് അതിലെ ഫുഡൊന്നും ഉണ്ടാക്കാനൊന്നും അറിയില്ല, ജസ്റ്റ് ഒരു ഓംലെറ്റ് അത്ര അറിയുള്ളൂന്ന് അമ്മയ്ക്ക് അറിയാലോ, അതുകൊണ്ട് അമ്മ വേണമെങ്കിൽ കഴിക്കാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് കൃഷ്ണ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. എന്ത് പറഞ്ഞു നിന്റെ അമ്മ? ഏയ് പഴയ പല്ലവി തന്നെ, എല്ലാവരുടെ മുമ്പിൽ തോറ്റുപോയല്ലോ, അച്ഛനേന്ന് അടിഞ്ഞു കിട്ടിയല്ലോ, അതുപോലെ തന്നെ ശിവനങ്ങളുടെ കയ്യിൽ നിന്നും ശരിക്കും കേട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെയൊക്കെ നാണക്കേടാ പുള്ളിക്കാരിക്ക്, നാണം കെട്ട് തൊലി കഴിഞ്ഞ് അവിടെ ഇരിപ്പുണ്ട്, അതിൻ്റെ ഫ്രസ്ട്രേഷൻ തീർത്താ എന്നോട്. ഭക്ഷണം കൊണ്ട് കൊടുത്തപ്പോൾ എന്ത് പറഞ്ഞു? എനിക്ക് വേണമെന്നൊക്കെ പറഞ്ഞു, ഞാനിവിടെ വെച്ചിട്ടെങ്ങ് പോന്നു, വിശപ്പുണ്ടല്ലേ കഴിക്കും. അച്ഛാ ഉച്ചക്കത്തെ നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യാം, കാരണം എല്ലാവർക്കുള്ള ഫുഡ് ഉണ്ടാക്കണ്ടേ, എനിക്ക് അത്ര കാലഘട്ടമൊന്നും അറിയില്ലല്ലോ, അതൊക്കെ അച്ഛൻ ഓർഡർ ചെയ്തോളാം, മോള് വിഷമിക്കണ്ട, അച്ഛൻ എന്തായാലും ഓഫീസിലേക്ക് പോവാ, മോൾ ഏകദേശം 12 മണിയാകുമ്പോൾ എന്നെ വിളിച്ച് ഓർമ്മിപ്പിച്ചാൽ മതി, ഫുഡ് എനിക്ക് എത്തിച്ചോളാം എന്ന് പറയുന്നുണ്ട്. ശരിയച്ചാ എന്ന് പറയാം കേട്ടോ, പിന്നെ അലീനനെ പ്രത്യേകം നോക്കണം, നിനക്കറിയാലോ ഈ വീട്ടിൽ ആർക്കെന്ത് ബുദ്ധിമുട്ടുണ്ടായാലും ഓടി നടന്ന് എല്ലാം ചെയ്യുന്നോളാ, എല്ലാവരെയും സമാധാനിപ്പിക്കുന്നോളാ, എല്ലാവരെയും പൊന്നുപോലെ നോക്കുന്നോളാ, അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, മോള് വേണം ശ്രദ്ധിക്കാൻ കേട്ടോ, അതൊക്കെ ഞാൻ ഏറ്റു അച്ഛാ, അച്ഛൻ സമാധാനത്തിൽ പോയിക്കോ, അല്ല ചേച്ചിയുടെ ഹോം നേഴ്സേ ഞാനാ എന്ന് പറയുന്നുണ്ട്. ശരി ശരി വാതിലടച്ച് ഡോർ ലോക്ക് ചെയ്തേരെ എന്നും പറഞ്ഞുകൊണ്ട് കൃഷ്ണനെ അവിടെ ആക്കിയിട്ട് ബാലേന്ദ്രൻ പുറത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഈ സമയം രോഹിത് നല്ല ഉറക്കമായിരിക്കും. രോഹിത്തിനോട് പാഴ്സൽ മേടിച്ചിട്ടുണ്ട്. കൃഷ്ണൻ നേരെ രോഹിത്തിന് മുറിലേക്ക് ഇതും കൊണ്ട് പോവാണ്. എന്നിട്ട് രോഹിത് ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു അവിടെ പ്രശ്നമുള്ള കാര്യം. അപ്പൊ കൃഷ്ണമോള് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാണ്. പാവം അതിനിട്ട് അമ്മ എന്തൊക്കെയാ പറയുന്നേ, ആ ചേച്ചി ആയതുകൊണ്ടാ എല്ലാം സഹിച്ച് കേട്ടോണ്ടിരിക്കുന്നത്. ദാ ഏട്ടൻ ഇത് കഴിക്ക്, ചേച്ചി അവിടെ സുഖമില്ലാതെ കിടന്നപ്പോഴും ചേട്ടനെ നോയിക്കോളാന്നാ പറഞ്ഞത്, ഗുളിയൊക്കെ ഇരിപ്പില്ലേ അതെല്ലാം എടുത്ത് കഴിച്ചോ, പ്ലേറ്റ് ഞാൻ പിന്നെ വന്ന് എടുത്തോളാം എന്ന് പറയുമ്പം ശരി എന്ന് അവൻ പറയാണ് കേട്ടോ. അങ്ങനെ അതും കൊടുത്തതിന് ശേഷം അലീനയുടെ മുറിയിലേക്ക് കൃഷ്ണ പോവാണ്. ഇതുപോലെ വരണമെന്ന സ്റ്റോറീസൊക്കെ നമ്മുടെ ചാനലിലൂടെ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ടേ. മിസ്സാവാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ഹൈപ്പും ലൈക്കും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.